എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുപാട് വിഷമത്തോടെ കേട്ടൊരു വാർത്തയായിരുന്നു തിരുവനന്തപുരത്ത് നെടുമങ്ങാടുള്ള 1.5 വയസ്സുകാരനായ ആ കുഞ്ഞിൻ്റെ വാർത്ത. അതിനുശേഷം ആ കുഞ്ഞിനോട് അത്രയും ക്രൂരമായിട്ട് പെരുമാറിയ കുഞ്ഞിൻ്റെ അമ്മ, അമ്മയുടെ കാമുകൻ, ഇവരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ അമ്മയുടെ കാമുകൻ എന്ന് പറയുന്ന അഷ്കറിൻ്റെ സ്വഭാവം ഒരു ക്രിമിനൽ സ്വഭാവമാണ് എന്നുള്ളത് അയാളുടെ ആദ്യ ഭാര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അഷ്കറിൻ്റെ അമ്മയും സഹോദരിയും വന്നിട്ട് അഷ്കർ നന്നായിട്ടൊന്ന് വെള്ള പൂശാൻ ശ്രമിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, പക്കാ സ്ക്രിപ്റ്റിങ്ങോടെ പറയുന്നതാണ്, അവർ പേടിച്ചിട്ട് പറയുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമുക്കെന്തായാലും അഷ്കറിൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും എന്താണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിനകത്ത് ഇതുവരെ ആരും കാണാതെ പോയ ഒരു പേരുണ്ട്, അനു എന്ന് പറഞ്ഞിട്ട്, ഡാൻസർ അനു. ഈ അനു ആരാണ് അഷ്കറിൻ്റെ? ഇതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ഈ അനുവിനെ കുറിച്ച് എവിടെയും സംസാരം വരുന്നില്ല. ഏതോ ഒരു ചാനലിൽ മാത്രമാണ് ഞാനത് കേട്ടത്, ഈ അനുവിൻ്റെ പേര് കേട്ടത്. അനുവാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന കുഞ്ഞിൻ്റെ സ്വന്തം അച്ഛൻ്റെ ഫാമിലിയിലുള്ള ഒരാൾ പറയുന്നുണ്ട് ഈ അനുവിൻ്റെ കാര്യം. ഒപ്പം അഷ്കറിൻ്റെ ആദ്യ ഭാര്യയുടെ അമ്മയും പറയുന്നുണ്ട് ഈ പറയുന്ന അനുവിൻ്റെ കാര്യം, ഡാൻസറിൻ്റെ കാര്യം. നമുക്കതൊക്കെയാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് കണ്ടോളൂ. പിന്നെ ഹൈപ്പ് ഉള്ളവരാണെങ്കിൽ ഹൈപ്പ് കൊണ്ട് കൊടുത്തോളൂ. നമുക്ക് ഈ അഷ്കറിൻ്റെ ഉമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ട് നോക്കാം. നന്നായിട്ട് വെള്ളപൂശുന്നുണ്ട്. അവരുടെ മകനെപ്പോലെ തങ്കപ്പെട്ടൊരു മകൻ ഭൂമി മലയാളത്തിൽ ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. നമുക്ക് കേട്ട് നോക്കാം. ബലമായ സംശയമുണ്ട്. ഇവൻ ആഹാരം നിർത്തിയിട്ട് ഇവൻ കസേരയിലിരുന്നാണ് വാരി കൊടുക്കുന്നത്. ആ കയ്യിൽ ഒരു ചുള്ളി കമ്പ് കാണും ഇവന്റെ കയ്യിൽ. കാരണം ആ കുട്ടി അങ്ങനെ ആഹാരം കഴിക്കാറില്ല. അപ്പൊ കയ്യിൽ മേശപ്പുറത്ത് ചോറ് വെച്ചിട്ട് കസേരയിൽ കാല് നീട്ടി വെച്ചിട്ട് ഇവന് നിർത്തിക്കൊണ്ട് വാരി കൊടുക്കും. അത് വിരട്ടിയാണ് ഇവൻ വാരി കൊടുക്കുന്നത്. കൊടുത്ത് അങ്ങനെ നിന്നിട്ട് ഇവന് കഴിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ദേഷ്യം വന്ന് ഇവൻ ചവിട്ടിൽ മറിഞ്ഞ് വിടുന്ന് തീർന്നതാണോ എന്നും എനിക്ക് അറിയാൻ വയ്യ. പരട്ടത്തള്ളേ, നിങ്ങളുടെ മോൻ, നിങ്ങൾ ഈ പറയുന്ന അഷ്കർ എന്ന് പറയുന്ന മോൻ, അവൻ്റെ കുട്ടിക്കാലത്ത് അവൻ ഭക്ഷണം കഴിക്കാൻ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയാണോ ഫുഡ് കൊടുക്കുന്നത്? ദേഷ്യം വരുമ്പോൾ അവനെ ചവിട്ടി എടുത്തെറിയോ? അങ്ങനെയാണോ ചെയ്യുന്നത്? നിങ്ങൾ വെളുപ്പിക്കാൻ വരുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന കഥകൾ പറഞ്ഞുകൊണ്ട് വെളുപ്പിക്കാൻ. മനസ്സിലായോ? ഈ ആമിന പറയുന്നുണ്ട് അഷ്കറിൻ്റെ ഉമ്മയും സഹോദരിയും ഉൾപ്പെടെയാണ് ആമിനെ ഉപദ്രവിച്ചിട്ടുള്ളത്. ആ പെൺകുട്ടീനെ കോമ സ്റ്റേജിലാക്കിയിട്ടുള്ളത്. ഇത് ആമിന പറഞ്ഞ കഥയാണ്, ആമിനയുടെ ഉമ്മ പറഞ്ഞ കഥയാണ്. നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഈ സ്ത്രീയും ഇവരുടെ മകളും ഭൂലോക ഫ്രോഡാണെന്നുള്ളത് ആമിനയുടെ കഥയിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അവരാണ് അവരെ മോനെ വെളുപ്പിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ഇതാണ് ഇവരുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ബാക്കിയേക്കാം ഇങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ ഇവ ഇങ്ങനെ ചെയ്യുന്നതല്ലേ ഈ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ഇവ ആയെന്ന് കേട്ട അതിന് എനിക്കൊരു ഉത്തരവില്ല. എന്റെ മോനെ അങ്ങനെ അല്ലേ ആയിരുന്നു. അത് എല്ലാവർക്കും ഉള്ളതാണ്. ഈ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ എല്ലാ അമ്മമാരുടെ ഒരു മറുപടിയാണ്, അയ്യോ എൻ്റെ മോൻ പഞ്ചപാവമാണ്, മറ്റേ വായിൽ വിരൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കടിക്ക് പോലുമില്ല എന്ന് പറയുന്ന പാരൻസ് ഉള്ള നാടാണിത്, പ്രത്യേകിച്ച് അമ്മമാർ. ഓക്കെ, മക്കൾ ചെയ്യുന്ന തോന്നിവാസങ്ങൾ, മക്കൾ ചെയ്യുന്ന ഡാഡിലെസ് പ്രോഗ്രാമുകൾ അമ്മമാർക്ക് അറിയുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ അമ്മയ്ക്കത് അറിയാത്തത്. പക്ഷേ ഈ അമ്മയ്ക്ക് അറിയാട്ടോ. ഈ അമ്മയും ഈ പെങ്ങളും ഈ മോനും കൂടി ചേർന്നിട്ടാണ് ആ ആമിന എന്ന് പറയുന്ന പെൺകുട്ടീനെ ഈ അവസ്ഥയിലാക്കിയത്. ഇവരെയൊക്കെ പിടിച്ചൊന്ന് നന്നായിട്ട് കുടഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആ കുഞ്ഞിനെ ഇത്രയും ക്രൂരമായിട്ട് അവൻ ഉപദ്രവിച്ചത്. കേൾക്കാൻ ബാക്കി. പക്ഷെ പെട്ടെന്ന് എന്തുകൊണ്ട് ഒരാ കുട്ടിയെ ഉള്ള ഒരു മനസ്സ് വന്നെന്ന് കേട്ടാ എനിക്കറിയില്ല എങ്ങനെ സംഭവിച്ചത്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇനി കാണാൻ പോകുന്നതാണ് ഓസ്കാർ അഭിനയം. അമ്മച്ചി വല്ല സീരിയലിലോ വല്ല നാടകത്തിലൊക്കെ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ വിത്തിൻ 1 year അവാർഡ് കിട്ടും, ഒരു സംശയം വേണ്ട. കാണാം, നമുക്ക് ആ ഓസ്കാർ അഭിനയം കാണാം. അയ്യോ, എവിടെ നിന്നാണെന്തോ പെട്ടെന്ന് കണ്ണീരൊക്കെ വരുന്നത്. കണ്ടുനോക്കാം. ഈ കൊച്ചിനെ പറയുന്നത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ അടിച്ചടിയിലേറ്റ കുട്ടി വീഴുന്ന തീർന്നു പോയതാണെന്നും എനിക്കറിയില്ല മക്കളെ. എന്റെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു മനസ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടല്ലോ, അമ്മച്ചിയുടെ ഓസ്കാർ അഭിനയം കണ്ടല്ലോ. കാര്യം പറഞ്ഞു വന്നിട്ട് ഒരു ഒറ്റ കരച്ചിലാണ്. അല്ല, ഒരു തുള്ളി കണ്ണീരില്ലാണ്ട് കരയാൻ പറ്റുന്ന ഒരു കഴിവാട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. തഴിഞ്ഞിട്ടില്ല. അമ്മച്ചിയുടെ ഗീർവാണം ഇനിയുണ്ട്. നമുക്ക് അതൊരു കണ്ടുപോകാം. ഇതിനെ അടിക്കരുത്, അതിൻ്റെ യഥാർത്ഥ അച്ഛനോ അല്ലെങ്കിൽ ആ വീട്ടുകാർക്കോ കൊടുക്കണമെന്ന് എപ്പോഴും പറഞ്ഞു. ഞാൻ പലതവണ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞ് അവൻ കേട്ടില്ല. ഞാൻ പറഞ്ഞായിരുന്നു, അവളെ അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവൾ തന്നെ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് അഖില പറയുമായിരുന്നു, പിന്നെ അമ്മയ്ക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ എന്തിന് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മാമി എന്നെ നോക്കിയോളൂ, ഇവിടെ നിർത്തിയിട്ട് പോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്നെ കൊണ്ട് നോക്കാൻ പറ്റൂല,
എനിക്ക് അവനെ എടുത്തുകൊണ്ട് നടക്കാനും നോക്കാനും ഒന്നിനും എന്നെ കൊണ്ടാവതില്ല. 1.5 വയസ്സുള്ള കൊച്ചിനെ നോക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ആ കുഞ്ഞിൻ്റെ അമ്മൂമ്മ ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുമായിരുന്നു ഇവർ കൊടുത്തിരുന്നെങ്കിൽ. കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ അന്നാണ് ഈ കടുങ്കൈ ആ കുഞ്ഞിനോട് കാണിച്ചിരിക്കുന്നത്. കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ അന്ന് മനസ്സിലാക്കണം. അപ്പോൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണ്. അത്രയും എങ്ങനെ മനസ്സ് വരുന്നു ഇവന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. UP-യിലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം വേറൊരു വാർത്ത കണ്ടു. അതും ഇതുപോലെ കാലെ വാരിയിട്ടെടുത്ത് അടിച്ച് ഇല്ലാണ്ടാക്കി. അത് ഏകദേശം ഇതേ പ്രായമുള്ള ഒരു കുട്ടീനെ. അവനെ പക്ഷേ പോലീസുകാർ തീർത്തു. അതാണത്തുള്ള പോലീസുകാർ. ഇവിടെ നാട്ടുകാർ കൈവയ്ക്കാൻ പോയപ്പോഴേക്കും നാട്ടുകാരെ പിടിച്ചു മാറ്റുന്നു. ഇതാണ് ഇവിടെ അവിടെ നമ്മളെ വ്യത്യാസം. ഇവിടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ ഇറങ്ങും മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞ കുറേ ടീമുകൾ. വ്യത്യാസമാണ് ഞാൻ ഈ പറയുന്നത്. UP-യും കേരളവും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെയുള്ളവന്മാരെ എന്തിനു വെച്ചുകൊണ്ടിരിക്കണം? സ്പോട്ടിൽ തീർക്കണം. അതാണ് വേണ്ടത്. പക്ഷേ അതിനുള്ള ധൈര്യമുള്ള ഒരുത്തന്മാരും ഇവിടെ കേരള പോലീസിൽ ഇല്ല. ബാക്കിയൊക്കെ നീ ഒരു കാര്യം ചെയ്യ്. നീ അവനും കൂടെ അടിക്കണേ എന്തിന്? അടിക്കണേയും കാലം നീ ഒരു കാര്യം ചെയ്യും. നീ അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ പറഞ്ഞു. തൊട്ട് മുമ്പ് ഈ അമ്മച്ചി എന്താ പറഞ്ഞത്? അവൻ അങ്ങനെയൊന്നും അടിക്കാറില്ല എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താ പറയുന്നത്? അടിക്കുന്ന കാണുമ്പോഴാണ് ഞാൻ പറയുന്നതെന്ന്. ഇവർ നാവ് എടുത്തിട്ട് കള്ളമല്ലേ പറയുന്നത്. ഒരു നാവ് കൊണ്ട് 2 വർത്തമാനം പറയുന്ന സ്ത്രീയാണ് ഇവർ. അപ്പോൾ ഇവരെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇവർ ഭൂലോക ഫ്രോഡാണെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. അപ്പുറത്ത് പറയുന്നു അവനങ്ങനെ അടിക്കുന്ന ഒരാളല്ലേ. ചുള്ളിക്കമ്പ് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ചുള്ളിക്കമ്പെടുത്ത് അടിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ കഴിക്കാത്തതിൻ്റെ ദേഷ്യത്തിൽ ചിലപ്പോൾ ചവിട്ടിയിട്ടുണ്ടാവും. നിസ്സാരം പോലെ പറയുക 1.5 വയസ്സുള്ള കുഞ്ഞിനെ ചവിട്ടിയിട്ടുണ്ടാവും എന്ന്. എന്ത് കാര്യമായിട്ട് പറയണം നോക്കണം. അവരിവിടെ പറയുന്നു അവൻ അടിക്കുന്ന സമയത്ത് ഞാൻ കാണുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ കൊടുത്തേക്കുക എന്ന് പറയാറുണ്ടെന്ന്. ഒരു നാവിൽ 2 വർത്തമാനം പറയുന്നത് ഇവരെന്താ ചെയ്യേണ്ടത്? ഇവരും അകത്ത് പോകേണ്ടവരല്ലേ? ഞാൻ ഇപ്പോഴും പറയുന്നു അന്ന് ആമിനയുടെ ഫാമിലി കൊണ്ട് കേസ് കൊടുത്തപ്പോൾ ഈ അഷ്കറിനെ പിടിച്ച് അകത്തിട്ടിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് ജീവനോടുണ്ടാവുമായിരുന്നു. അപ്പോൾ ഇത് ആരുടെ കെടുകാര്യസ്ഥതയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ തന്നെ പറ. ഇവിടെ സിസ്റ്റം അല്ലേ പ്രശ്നം? നമ്മുടെ നിയമപാലകരല്ലേ പ്രശ്നം? നടപടി എടുക്കേണ്ടിട്ട് നടപടി എടുക്കാതെ വരുമ്പോൾ ആ കുറ്റം ചെയ്തവൻ കുറ്റം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഓരോരുത്തരും വിളിച്ച് പറയുമ്പോൾ അവനങ്ങ് വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ശരി നീ പൊക്കോ എന്ന് പറഞ്ഞ് വിടുമ്പോൾ ആലോചിക്കണം നാളെ ഇവൻ ഇറങ്ങാൻ പോകുന്നത് അതിലും വലിയൊരു കുറ്റം ചെയ്യാൻ വേണ്ടിയാണെന്നുള്ളത്. അതാണ് നമ്മുടെ നാട്ടിലെ ദയനീയ അവസ്ഥ. ശിക്ഷിക്കേണ്ടവനെ ശിക്ഷിക്കില്ല, അതേസമയം നിരപരാധിയെ ശിക്ഷിക്കുകയും ചെയ്യും. ബാക്കിയേക്കാം പറഞ്ഞപ്പോൾ ആദ്യം ഇവള് സമ്മതിച്ചിട്ട് പിന്നീട് ഇവള് പറഞ്ഞ് അത് ഞാൻ കൊടുക്കൂല മാമി, അതെന്ത് മോളെ എന്ന് ഞാൻ കേട്ട് അതെന്ത് മോളെ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ എൻ്റെ അടുത്ത് പറയും അവൻ്റെ അച്ഛൻ്റെ അമ്മയും വീട്ടുകാരും പറഞ്ഞെന്ന് അവൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവർക്ക് ആ ഉറപ്പുണ്ടായിരിക്കും. ഇനി ഈ പറയുന്ന അഖിലയുടെ ആദ്യ ഭർത്താവ് ഹാങ് ചെയ്തതാണല്ലോ. എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഇന്നും കണ്ടുപിടിച്ചിട്ടില്ല. ആ ഫാമിലിയുടെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. മൂത്ത മോൻ പോയി, അവളുടെ വീട്ടിൽ 2 പേരെന്തും, പിന്നെ ഇപ്പം ഈ കുഞ്ഞും. അവർക്ക് ആരുമില്ലാത്തൊരവസ്ഥയാണ്. ഈ കുഞ്ഞിനെങ്കിലും ഇവർ കൊടുത്തിരുന്നെങ്കിൽ ആ കുഞ്ഞെങ്കിലും അവർക്ക് ഉണ്ടാവുമായിരുന്നു. അവരുടെ ആ 2 പേരുടെ ആ അമ്മയുടെ അച്ഛൻ്റെയും കാര്യം ആലോചിച്ച് നോക്കി. ഡാൻസ് പരിപാടിക്ക് ഉള്ള ഒരു അനു എന്ന് പറയും, അവരാണ് ഇതിനെല്ലാം ഈ സംബന്ധം അഖിലയുമായിട്ട് അഷ്കറുമായിട്ട് മുട്ടിച്ചു കൊടുത്തത്. വന്നല്ലോ പേര് അനു, ഡാൻസുകാരി. ഈ അനു ആണ് ആമയെയും അഷ്കറും തമ്മിൽ മുട്ടിച്ചത്. ഓക്കെ, അതേ അനു തന്നെയാണ് അഷ്കറിനെയും അഖിലയും തമ്മിൽ മുട്ടിക്കുന്നത്. അപ്പോൾ ഈ അനു ശരിക്കും ദല്ലാളാണോ? ഈ അഷ്കറിൻ്റെ ആണോ? അനുവിൻ്റെ പരിപാടി അതാണോ? ഇനി അനുവും അഷ്കറും തമ്മിൽ എന്താണ് ബന്ധം? ഇതുപോലെ എന്തെങ്കിലും ഈ അവിഹിത പരിപാടിയാണോ? ഇതൊക്കെയാണ് ചോദിക്കേണ്ടത്, ഇതൊക്കെയാണ് കണ്ടെത്തേണ്ടത്. ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അനുവിന് പങ്കുണ്ടോ? ഒരാളും ചോദിക്കുന്നില്ല. ബാക്കിയേക്ക് ഈ സംബന്ധം നടത്തി കൊടുത്തതും എല്ലാം ഞങ്ങൾക്ക് ആർക്കും ഇതിൽ ഒരു പങ്കുമില്ല. പിന്നെ ഇവർ വീട്ടിൽ കൊച്ചിനെ കൊണ്ട് എടുക്കുകയൊക്കെ ചെയ്ത് ഒരു ദിവസവും വന്ന് പകൽ മുഴുവൻ ഇരുന്നിട്ട് അവർ രാത്രിയായപ്പോൾ പോയി. എന്നിട്ട് പിറ്റേ ദിവസം അതേപോലെ ഇങ്ങനെ വന്ന് അങ്ങനെ ആയപ്പോൾ ഇവളും അവനും കൂടെയാണ് വാടക കൊടുക്കുന്നത്. ലാസ്റ്റ് ഇവളോട് പറഞ്ഞ് ഞാനും കൂടെ വാടക കൊടുത്തല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് അവൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ വിളിക്കുമ്പോൾ അത്രയും മോളെ ചോദിക്കുക അഖില വീട്ടിൽ പോയാടി, നീ അഖില വീട്ടിൽ പോയാൽ ഇല്ല അമ്മ ഇവിടെ ഉണ്ട് എന്ന് എൻ്റെ മോളെ എൻ്റെ അടുത്ത് പറയും. അങ്ങനെ ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്. ഈ അനു എന്ന് പറയുന്ന പെണ്ണിൻ്റെ അടുത്ത് വരെ ഞാൻ മോളെ വീട്ടിൽ പോയപ്പോൾ ആ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ ഇരുത്തിട്ട് ഞാൻ പറഞ്ഞു, അനു നീ ഒരു കാര്യം ചെയ്യണം, ഈ കൊച്ചിനെ ഇവിടുന്ന് അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും നീ കൊടുക്കണം, കൊച്ചിനെ നീ ഇവിടെ നിർത്തരുതെന്ന് പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അനു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓരോ സമയത്തും ഈ അഷ്കറിന് വേണ്ട പെണ്ണുങ്ങളെ ഒപ്പിച്ച് കൊടുക്കുന്ന ഒരുത്തി. അതാണ് എനിക്ക് തോന്നുന്നത് ഈ കഥ കേട്ടിട്ട്. ഇവർ പറയുന്നത് മാത്രമല്ല കേട്ടോ, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഒരു ബന്ധുവും പറയുന്നുണ്ട് ഇതേ അനുവിൻ്റെ പേര്. ഓക്കെ, അത് നമുക്ക് അതിലേക്ക് വരാം. ബാക്കിയേക്ക് ഞാൻ അഖിലേരിയിൽ പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല തവണ കൊടുക്കണം, നീ ഇവിടെ നിർത്തരുത്, നിനക്കും ഇഷ്ടമില്ല അവനും ഇഷ്ടമില്ല, പിന്നെ എന്തിനു നീ കൊച്ചിനെ ഇവിടെ നിർത്തണമെന്ന് ഞാൻ പല തവണ കേട്ടിട്ടുണ്ട്. അഖിലയും ഉപദ്രവിക്കുന്നുണ്ട്. പെറ്റ അമ്മയോട് ചോദിച്ച ചോദ്യങ്ങളാണ് ഈ സ്ത്രീ പറയുന്നത്. ഇവരും നല്ലവരല്ല, പക്ഷേ ഇവർ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവർ ചോദിച്ചപ്പോൾ അവർ പറയുന്നതാണ് ഞാൻ കൊടുക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ആർക്ക് നഷ്ടം? ആ സാധുക്കളായ 2 പേർക്ക്. അവർക്ക് അവരുടെ പേരക്കുട്ടി നഷ്ടപ്പെട്ടു. വേറെ ആർക്കും നഷ്ടമില്ല, വേറെ ഒരാൾക്കും ഇല്ല. ഇനി ഈ അഷ്കറിൻ്റെ പെങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേൾക്കാം. വെളുപ്പിക്കൽ അങ്ങ് പീക്ക് ലെവലില്ല, കേൾക്കാം. ഈ അഷ്റഫ് അടിക്കാറുണ്ട് എന്ന് പറയുന്നത് ഈ 91 മുറിവുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ല? കുട്ടിയെ കൂടുതലായിട്ട് അങ്ങനെ അടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. അടുത്ത ഓസ്കാർ അഭിനയം. തൊട്ട് മുമ്പ് അമ്മ എന്താ പറഞ്ഞത്? ആ കുഞ്ഞിനെ അടിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് മോനെ അല്ലെങ്കിൽ മോളെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തേക്കെന്ന് പറയാറുണ്ടെന്ന്.
പെങ്ങൾ പറയുന്നു അയ്യോ ഞങ്ങൾ കണ്ടിട്ടില്ല, കണ്ണങ്ങ് അടച്ചു വെച്ചേക്കായിരുന്നു. ഒറ്റ പൊട്ടിയിട്ട് ചോദിക്കണം, അപ്പോൾ പറയും തത്ത പറയുന്ന പോലെ. ബാക്കി നിങ്ങൾ മൂന്നുപേരും ഒന്നിച്ചായിരുന്നില്ല ആ നെല്ലിക്കുന്നുള്ള സ്ഥലത്ത്, ആ വാടക വീട്ടിൽ നിങ്ങൾ ഒന്നിച്ചല്ലായിരുന്നു താമസം? അതെ, ഇവൻ ചെറിയ നുള്ളു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അയ്യോ ഞുല്ലി അവന് ഞുല്ലി. എനിക്ക് നല്ല ദേഷ്യം വരണ്ട ഇത് കേൾക്കുമ്പോഴേ. പിന്നെ ചെറിയ കമ്പുണ്ടല്ലോ, ചെറിയ കണ്ണമില്ലാത്ത കമ്പിട്ടടിക്കുന്നത് കണ്ടിട്ട്. ഇച്ചിരിയുള്ള കമ്പ്, ഇച്ചിരിയുള്ള കമ്പ്. അപ്പോഴൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരിയുള്ള കമ്പിട്ടടിച്ചപ്പോൾ 91 മുറിവ്. 51 ആദ്യം പറഞ്ഞത്, ഇപ്പോൾ 91 പറയുന്നത് എനിക്കറിയില്ല. 51 പല മീഡിയകളിലും വന്നത്. ഇച്ചിരിയുള്ള കമ്പിട്ടടിച്ചുകൊണ്ട് 51 മുറിവ്. ശരീരത്തിന് ഉള്ളിലാണ് പ്രശ്നമായിരുന്നു ആ കുഞ്ഞിന്. ഓക്കെ, അപ്പോൾ ഇച്ചിരിയുള്ള കമ്പിട്ടടിച്ചപ്പോഴേ ഉള്ളിൽ പ്രശ്നം ഉണ്ടായി. എൻ്റെ പൊന്നോ. ഇവനെ ചെറിയ കമ്പിട്ടടിക്കുമ്പോൾ എങ്ങനെയാണ് 91 മുറിവും? അത് വലിയ ആ മുറിവിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. ഇതേ കണ്ട കാര്യമല്ലേ ഞങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുത്, കുഞ്ഞു കുട്ടിയാണ്, നീ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായം അവനില്ല. ഒരു 3 വയസ്സോ 4 വയസ്സോ ആകുമ്പോൾ ചിലപ്പോൾ നീ പറയുന്ന മനസ്സിലാക്കും. അതുവരെ നിനക്ക് നോക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നീ അവളുടെ ആളുകൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പറയും, ഞാനും ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവളെല്ല കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ ഏറ്റെടുക്കാമെന്നും പറഞ്ഞായിരുന്നു. പിന്നീട് ഇവൾ അത് കൊടുത്തില്ല. എന്ത് കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കൊന്നും അറിയില്ല, പക്ഷെ ഞങ്ങൾ അവരുടെ താമസിക്കുന്നത്, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. പക്ഷെ അടിക്കുന്ന കണ്ടിട്ടുണ്ട്, ചുള്ളിക്കമ്പ് കൊടുക്കാന്ന് പറഞ്ഞു, കൊടുക്കാൻ സമ്മതിക്കാറ്? കൊടുത്തില്ല. അവളാ കൊടുക്കാത്തത്, അവൾ കൊടുത്തിട്ടില്ല. കൊടുത്തിരുന്ന ഒരു പക്ഷേ കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുമായിരുന്നു. അഷ്റഫ്, ഈ കുട്ടിയെ അടിച്ചതിനോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാരണം ഒരു കുഞ്ഞു കുട്ടിക്ക് 91 മുറിവുകൾ എന്ന് പറയുമ്പോൾ. ഇല്ല, ഒരിക്കലും യോജിക്കില്ല. നിങ്ങൾ കണ്ടിട്ടുമില്ല, ഇത്രയും വലിയ ഉപദ്രവങ്ങളൊക്കെ ചെയ്തു എന്ന് ഇവൻ പറയുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ആദ്യത്തെ ഭാര്യ ആമിനയൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം അഷ്കർ മാത്രമാണോ? ആമിനയുടെ ഉമ്മയും പറയുന്നുണ്ട് ഈ ഉമ്മയും മോളും ചേർന്നിട്ടാണ് കൂടിയാണ് ആ കുട്ടീനെ ആ അവസ്ഥയിൽ എത്തിച്ചതെന്ന്. ഇനി നമുക്ക് അതൊന്ന് കേൾക്കാം, എന്താണ് ആ ഉമ്മയ്ക്ക് പറയാനുള്ളതെന്ന്. അഷ്കറിന്റെ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിൽ തലയ്ക്കടിയേറ്റ് പിന്നീട് അത് തളർന്നു കിടക്കുന്ന അവസ്ഥയിലേക്ക് പോയത്. ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ ഫിസിയോതെറാപ്പി നടക്കുകയാണ്. ഇപ്പോൾ ആമിനയുടെ മാതാവ് ഷജീല ബീവി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ വിവാഹം കഴിഞ്ഞത് 2022 അന്നു മുതൽ മോൾ പറയാണ് ഈ അടിയുടെ മുതൽ മോൾ പറയുന്നത് ആദ്യം വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പം നമ്മളെ മതത്തിന്റെ പേരിൽ എല്ലാവരും പറഞ്ഞ് നിങ്ങൾ നിക്കാഹ് നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞ്. അപ്പം അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ജമാഅത്തിൽ പാലോട് പെരിങ്ങമല പാപ്പനങ്കോട് ജമാഅത്തിൽ വെച്ച് അവിടെ കൊണ്ടുവന്ന് നിക്കാഹ് നടത്തി കൊടുത്ത്. നിക്കാഹ് നടത്തി കൊടുത്തെങ്കിലും കൊച്ചിനെ വിളിച്ചിറക്കി കൊണ്ടുപോയ അന്ന് തൊട്ടേ പീഡനമായിരുന്നെന്ന്. പേരിലെന്ന് പറഞ്ഞാൽ ഇവരെ ഉദ്ദേശം എന്ന് പറഞ്ഞത് കുറച്ച് പണം കിട്ടും, കുറച്ച് സ്വർണം, എൻ്റെ വീടും പേരായിട്ട് എനിക്കൊരു 10 സെന്റ് ഒരു വീടും ഉണ്ട്, പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ്. അപ്പം ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലിയായിരുന്നു മോക്ക് വയ്യാതാവുന്നതിന് മുമ്പ്. അപ്പം ഞാൻ 10 മണിക്ക് പോയ രാത്രി 9 മണിക്കാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് അടുത്തുള്ളവർ പറഞ്ഞ് ഞാൻ അറിഞ്ഞതാണ് ഇവരും ഇവൻ്റെ ഉമ്മായും സഹോദരി ഇവനും കൂടെ നമ്മളെ പരിസരമൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടെന്ന്. അപ്പോഴും മോൾ അവിടെയുണ്ട്, മോൻ പഠിക്കാൻ പോകുമായിരുന്നു. ആ സമയത്തൊക്കെ വന്ന് നോക്കിയിട്ടാണ് പിന്നെ ഈ കൊച്ചിനെ ഇത് ഇവക്ക് സ്വന്തമാണെന്ന് അറിഞ്ഞും കൊണ്ട് വിളിച്ചിറക്കിക്കൊണ്ട് പോയത്. നേരത്തെ ഓസ്കാർ അഭിനയം കാഴ്ചവെച്ച ഉമ്മേനെയും മോളെയും കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. കാര്യം മനസ്സിലായല്ലോ. ഈ ഉമ്മ ഇനി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. എന്നിട്ട് സ്വർണത്തിന്റെ പേരിലും പൈസയുടെ പേരിലും കൊച്ചിനെ നിരന്തരം എങ്ങനെ ഉപദ്രവിക്കുന്ന പറയാനില് ആദ്യമായിട്ട് എന്റെ കൊച്ചിനെ തലയ്ക്കാണ് അടിക്കണേന്ന്. തല ബാക്ക് സൈഡിലാണ്, സെറിബെല്ലത്തിലാണ് അടിച്ച് കട്ടിയായിട്ടാണ് എൻ്റെ കൊച്ചിന് നടക്കാനോ സംസാരിക്കാനോ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പം ഈ 2024 കൊച്ചു പെരുന്നാളിൻ്റെ 2 ദിവസത്തേക്ക് മുമ്പ് മോൾ എൻ്റെ അടുത്ത് വന്ന് ഉമ്മച്ചി ഇങ്ങനെയാണ് കാര്യം. അപ്പം ഞങ്ങൾ പറഞ്ഞു നീ പോകണ്ട, നീ ഇവിടെ നില്ലെന്ന് പറഞ്ഞു. അപ്പോഴും പറയാണ് ഉമ്മച്ചി ഞാൻ ചെന്നില്ലെങ്കിൽ എന്നെ അടിക്കും, അല്ലെങ്കിൽ ഇവിടെ വരും. എൻ്റെ മോള് എൻ്റെ വീട്ടിൽ അങ്ങനെ വീട്ടിൽ വിട്ടിട്ടില്ല. ആ ഇടയ്ക്ക് ഒരു 2-3 ദിവസം എൻ്റെ മോളെ വിടുമായിരുന്നു. എന്നിട്ട് വിട്ടിട്ട് പിന്നെ ഉമ്മച്ചി ഞാൻ പോയില്ലെങ്കിൽ എന്നെ ഇപ്പം വന്ന് കൊണ്ടുപോയിട്ട് വഴിയിൽ കൊണ്ടുവച്ച് ഉപദ്രവിക്കുകയാണ് ചെയ്യണേന്ന്. ഏറ്റവും മെച്ചമെന്ന് പറയുന്ന ഈ ഉമ്മായും സഹോദരിയാണ് ഇവനെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് അമ്മ, അതിനകത്ത് ഈ അഷ്കറിന്റെ ക്രൂരത നമ്മളിപ്പോ കണ്ടു. കുഞ്ഞിന്റെ എങ്ങനെയാ ഉപദ്രവിക്കുന്നത്? വയറ്റിൽ ചവിട്ടും, തലയ്ക്കടിക്കും, മൂക്ക് ഇങ്ങനെ അടിക്കും. ഇതായിരുന്നു നിരന്തരം. എന്നാൽ വീട്ടിൽ നിന്ന് വണ്ടി ഓട്ടത്തിനെന്നും പറഞ്ഞ് പോവും, രാവിലെ പോവും. വരുന്നത് വെളുപ്പാങ്കാലം 5 മണി. ചിലപ്പോൾ ഓട്ടോറിക്ഷ ഇവർ രണ്ടുപേരും ഇവിടെ പോയപ്പോഴത്തേക്ക് ഓട്ടോറിക്ഷ ഒന്ന് പിടിച്ച് തള്ളിയെന്ന് ഞങ്ങളെ ഭയങ്കരമായ ചീത്ത പറച്ചിലാണ്. അപ്പോൾ ഈ കൊച്ചിനെ അത് കേൾക്കാൻ കൂല. അത് കരയുമ്പോൾ നീ എന്തിനാണ് കരയണേന്ന് പറഞ്ഞാൽ കൊച്ചിനെ ഉപദ്രവിക്കുന്നത്. അടിച്ച് എന്നിട്ട് അവരെ വീട്ടിൽ 1 മാസം ഉള്ളായിരുന്നു, കുടുംബ വീട്ടിൽ. പിന്നെ അഷ്കർ എൻ്റെ മോളെ വാടകയ്ക്കാണ് എടുത്ത് ഒറ്റയ്ക്ക് പ്രത്യേകം താമസിപ്പിക്കുന്നത്. 2 നില വീട്ടിൽ എൻ്റെ 18 വയസ്സായ മോളെ ഒറ്റയ്ക്ക് താമസിപ്പിച്ചിട്ടാണ് അവൻ്റെ ഉമ്മ വിളിച്ച് പറയുന്നത് പോലെയാണ് എൻ്റെ കൊച്ചിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയുണ്ട്? ഉമ്മ വിളിച്ചു പറയുന്നത് അനുസരിച്ചാണ് കൊച്ചിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നതെന്ന്.
ആ ഉമ്മയാണ് മോനെ വിളിപ്പിക്കാൻ വേണ്ടി വന്നിരുന്നിട്ട് ഓസ്കാർ അഭിനയം കാഴ്ചവെച്ചത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഉമ്മേനെയും ഈ പെങ്ങളും ഈ അഷ്കറും എല്ലാം കണക്ക് തന്നെയാണ്. ഇതൊരു കുടുംബമാണ്. ഓക്കെ, ബാക്കിയേക്കാം. സഹോദരിയും വരും, കൊച്ചിനൊരു സ്വസ്ഥത കൊടുത്തിട്ടില്ല. അതിനെ ഇടയ്ക്ക് എന്തോ ഒരു മർദ്ദിച്ച് കെട്ടിത്തൂക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇവർ മൂന്നുപേരും കൂടെ കൊച്ചിനെ അടിച്ചിട്ട് വീട്ടിൽ വന്നതിനാണ് കൊച്ചിനെ അടിച്ചത്. കൊച്ചിനെ അടിച്ച് കൊച്ചു ബോധം ഇല്ലാതെ ആയപ്പോഴത്തേക്ക് ഇവർ വിചാരിച്ച് മരിച്ചെന്ന് പറഞ്ഞ് ഇവർ മൂന്നുപേരും കൂടെ ഫാനിൽ കെട്ടിത്തൂക്കാൻ ഒരുങ്ങി കയറൊക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ കൊച്ചിന് എന്തോ ഇല്ല പെട്ടെന്നൊരു ഓർമ്മ വരും പോലെ വന്ന് കൊച്ചു നില വിളിച്ചപ്പോഴത്തേക്ക് കയറങ്ങ് മാറ്റിയിട്ട് പറഞ്ഞത് നിന്നെ ഞങ്ങൾ ഫാനിൽ കെട്ടിത്തൂക്കും, എന്നിട്ട് നീ സ്വന്തമായിട്ട് ഞങ്ങൾ പറയുമെന്ന് വരുത്തി തീർക്കുന്നു. ഹോമോ സ്റ്റേജിൽ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷമാണ് ഹോമോ സ്റ്റേജിലായത്. അത് 13 മാസം ഹോമോ സ്റ്റേജിൽ 2.5 മാസം വെന്റിലേറ്ററിലായിരുന്നു. ആശുപത്രിയിലാണ്. ഞങ്ങൾ വീട്ടിൽ തുച്ഛമായ ദിവസം ഈ 2 വർഷത്തിനകം വെച്ച് നിന്നിട്ടുള്ളൂ. ആശുപത്രിയിലാണ്, 2 വർഷം കൊണ്ട് ആശുപത്രിയിലാണ്. പിന്നെ ഞങ്ങൾക്ക് ചികിത്സാ സഹായം തരുന്നത് ഞങ്ങൾ നല്ല നാട്ടുകാരാണ്. നാട്ടുകാരുടെ പ്രാർത്ഥന, ലോകത്തുള്ളവരുടെ പ്രാർത്ഥന കൊണ്ടാണ് എൻ്റെ മോൾ ഇപ്പം ഇത്രയെങ്കിലും ആയത്. പിന്നെ എനിക്കൊന്നും കൂടെ പറയാനുണ്ട്. ഞങ്ങൾ ഭീഷണിയായിരുന്നു മോളെ കൂടെ. എന്നെ വണ്ടി കയറ്റി കൊല്ലും, എൻ്റെ മോനെ വണ്ടി കയറ്റി കൊല്ലും, ഭർത്താവിനെ കൊല്ലും, ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നെ ഇടയ്ക്ക് വെച്ച് മെഡിക്കൽ കോളേജിൽ വെച്ച് എന്നെ അടിച്ച് ഞാൻ നീ പൈസ കൊണ്ടുവന്നാന്ന് ചോദിച്ചു. 50,000 രൂപ കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. ആ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞ് ഒരു ഡാൻസുകാരിയുണ്ട്. ആ ഡാൻസുകാരി വന്ന് ആദ്യം പരിസരത്ത് ആരും ഇല്ലാന്ന് അറിഞ്ഞിട്ടാണ് ഇവനെ പറഞ്ഞു വിടണം. നമ്മൾ കണ്ടല്ലോ, ഡാൻസുകാരി അനു. ഇവിടെയും വന്നിട്ടുണ്ട് ആ പേര്. ഡാൻസുകാരി വന്നിട്ടാണ് ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നത്. പഴയ മോർച്ചറിയിൽ അവിടെ വെച്ചാണ് രാത്രി 7:30 മണിക്ക് എന്നെ അടിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ എനിക്ക് അപ്പോഴും കൊച്ചു വെന്റിലേറ്ററിൽ കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഒന്നിനും വയ്യാത്ത അവസ്ഥ. എൻ്റെ മോനും ആ ഒരു നിമിഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. മോൻ്റെ എൻ്റെ മോൾ അവസ്ഥയും. അപ്പോഴും എനിക്ക് അപ്പോഴൊന്ന് പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നാട്ടുകാർ എല്ലാവരും കൂടെ ഓടിച്ചിട്ട് അവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം ഇരുത്തി. അപ്പോൾ ഉച്ചയ്ക്ക് എന്നോട് SI വന്ന് പറഞ്ഞു, ഇവിടുത്തെ പോലീസ് വന്ന് പറഞ്ഞ് നിങ്ങൾ വന്നൊരു പരാതി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പരാതി കൊടുത്തതുപോലെയല്ല അവർ എഴുതിയത്. അവന് ജാമ്യം കിട്ടത്തക്ക രീതിയിലാണ് എഴുതി. അപ്പോൾ തന്നെ ജാമ്യം വാങ്ങിച്ച് അവൻ പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഈ ഉമ്മയും ഈ പറഞ്ഞ ആൾക്കാരും പരാതി കൊടുത്തപ്പോൾ തക്കതായ നടപടിയെടുത്ത് ഈ അഷ്കറിനെ അകത്താക്കിയിരുന്നെങ്കിൽ ഈ കുഞ്ഞിന് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറയാൻ കാരണം അതാണ്. നമ്മുടെ സിസ്റ്റമാണ് ആ കുഞ്ഞിൻ്റെ ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് കാരണം. അഷ്കറോ അഖിലോ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന അഷ്കറിൻ്റെ ഫാമിലിയോ മാത്രമല്ല, നമ്മുടെ സിസ്റ്റം, നമ്മുടെ നിയമപാലകർ, നമ്മുടെ പോലീസുകാർ, അവർ നീതി നടപ്പിലാക്കാത്തത് കൊണ്ടാണ്, നിയമം നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ആ കുഞ്ഞിന് ഈ അവസ്ഥ വന്നത്. ഇനി നമുക്ക് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഒരു ബന്ധു സംസാരിക്കുന്നുണ്ട്, അതുകൂടി കേൾക്കാം. അതുകൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ കുട്ടി പോയിട്ട് പിന്നെ ഞങ്ങൾ അന്ന് ഈ കുട്ടി പോകുമ്പോൾ 3 മാസം ഗർഭിണിയാണ്. ഈ കുട്ടി ഇവിടുന്ന് പോകുന്ന സമയത്ത് പിന്നെ 3 മാസം ഗർഭിണിയായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങളുമായിട്ട് ആരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലായിരുന്നു, ഒരു ബന്ധവും ഇല്ലായിരുന്നു. ഈ കൊച്ചു ജനിച്ചത് ഈ കൊച്ചിൻ്റെ ഞങ്ങൾ ഒരു കാര്യങ്ങളും ഞങ്ങൾ അറിയിച്ചിട്ടില്ല. പിന്നെ കാരണം ഇവിടെ എൻ്റെ സഹോദരി എൻ്റെ അളിയന് മാത്രമേ ഉള്ളൂ. ഇത് അളിയൻ്റെ സഹോദരനാണ്. പുള്ളി എറണാകുളത്തുണ്ടാണ്. പുള്ളി ഇതേപോലെ ഇങ്ങനെ വല്ലപ്പോഴും ഇതെന്തെങ്കിലും ഇതിനൊക്കെ വരുമ്പോഴിങ്ങനെ വരും എന്നല്ലാതെ പുള്ളിയുടെ കുടുംബമുണ്ട്. പുള്ളി അവിടെയാണ്. ഞാൻ നെടുമങ്ങാട് താമസം. കുട്ടിയുടെ അച്ഛൻ എങ്ങനെ? കുട്ടിയുടെ അച്ഛൻ കുട്ടിയുടെ അച്ഛൻ 1 മണിക്കൂർ മുമ്പ് ഇവളെന്തോ ഒരു സ്റ്റാറ്റസ് ഇട്ട് ഇവൻ്റെ മൊബൈലിൽ അത് വന്നിട്ട് അങ്ങനെയാണ് ഈ 1 മണിക്കൂറിൽ സ്റ്റാറ്റസ് ഇട്ട് ഇവർ തമ്മിൽ ഫോണിലൊക്കെ എന്തോ സംസാരിച്ചു. അത് കഴിഞ്ഞാണ് ഇവർ അഖിലയുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ് ഈ കുട്ടിയുടെ അച്ഛൻ ഹാങ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ബാക്കി സ്റ്റാറ്റസ് എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അവർ തമ്മിലുള്ള ഇതാണ്. ഇവർ തമ്മിലുള്ള വഴക്കുണ്ടാകും, അല്ലാതെ സാമ്പത്തിക ഒരു പ്രാരാബ്ദവുമില്ല. ഈ വീട് ഇവിടെ മുകളിൽ അങ്ങ് താഴെ ഇത് കണ്ടു, അതുവരെ ഇവർക്കുള്ള സ്ഥലമാണ്. അത് ഇനി അവകാശം ഈ മരിച്ചുപോയ ഈ പിന്നെ എൻ്റെ സഹോദരൻ്റെ മോൻ മാത്രമേ ഉള്ളൂ. പിന്നെ അവൻ്റെ ബോഡി മറവ് ചെയ്തെടുത്ത് അവിടെ ഉണ്ട് 8 സെൻറ്റ് സ്ഥലം. സാമ്പത്തികമായിട്ട് യാതൊരു ഇതുമില്ല. എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്? ഇവർ തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഇവളെ 24 മണിക്കൂർ മൊബൈലിലുള്ള പരിപാടിയാണ്. നോക്കാം. കാരണം എൻ്റെ ശേഷാറൻ ഇവളെ സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണ്. അറേഞ്ച്ഡ് മല്ല, സ്നേഹിച്ച് വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ നമ്മളിവിടെ വെച്ച് ഒരു ഇതായിട്ട് നടത്തി രജിസ്റ്റർ ചെയ്തു. സ്നേഹിച്ച് കൊണ്ടുവന്നിട്ട് എൻ്റെ സഹോദരി എൻ്റെ അളിയനും കൂടെ അവരെ ഒന്നിപ്പിച്ച് രജിസ്റ്റർ മാരേജ് വരെ ചെയ്തു. വലിയൊരു ഫംഗ്ഷൻ വെച്ചു. അങ്ങനെയാണ് വിവാഹം ചെയ്തത്. എന്നിട്ടാണ് ഈ പിന്നെ സ്റ്റാറ്റസ് ഇട്ട് അവനെ നാട്ടിക്കാനായിട്ട് ശ്രമിച്ചത്. ആദ്യം തന്നെ അങ്ങനെ ഉള്ള ഇതിലാണ് എൻ്റെ ചെറുക്കൻ ചെയ്തത്. സാമ്പത്തിക പ്രശ്നം അവന് ഒരിക്കലും ഇല്ല. കാര്യം അച്ഛനമ്മയ്ക്ക് ഒറ്റ മോനേ ഉള്ളൂ. ഒരു സഹോദരൻ അത് മരിച്ചുപോയി. അച്ഛനമ്മയ്ക്ക് ഒറ്റ മോനേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് യാതൊരു മക്കളില്ല. ഇല്ല. പക്ഷേ ഈ കുഞ്ഞിലായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. ഈ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഞങ്ങൾ 3-4 മാസം കൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ, അത് വേറെ ആരുമല്ല, ഈ പിന്നെ അഖില എന്ന് പറയുന്ന കുട്ടിയുടെ ബന്ധുക്കളുമായിട്ട് മാമനും അവരുമായിട്ടൊക്കെ ഞങ്ങൾ പിന്നെ ഈ കുട്ടിയെ വിട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പുറകെയായിരുന്നു. എന്നിട്ട് ഈ കുട്ടിയുടെ മാമൻ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിനൊരു ഫ്രാക്ചർ പറ്റി 2 കൈയും പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഈ സംഭവങ്ങൾ അറിയുന്നത്. അഖിലയുടെ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിന് അമ്മത്തൊട്ടിൽ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അളിയൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ സുഹൃത്ത് വന്ന് എൻ്റെ അളിയൻ പറഞ്ഞു ആ കൊച്ചിനെ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചോളാം. അവനക്ക് ഇത്ര സ്വത്തുമില്ല കുഞ്ഞിന്. പിന്നെ ആ കുഞ്ഞിനെ ഞങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചോളാം. അമ്മയ്ക്ക് ആരോഗ്യത്തോടിരിക്കുന്ന ആൾക്കാർ ആരോഗ്യത്തോടെ നിങ്ങൾ നല്ല മീഡിയസിലെ കണ്ടല്ലോ, എൻ്റെ അളിയൻ സംസാരിക്കുന്നുണ്ടല്ലോ. കേൾക്കുന്ന ആരോഗ്യ പ്രശ്നം ആ കുഞ്ഞിനെ സുഖമായിട്ട് വളർത്തിയേ അവർ സുഖമായി. കാരണം അവർക്ക് വേറെ ഭൂമിയിൽ വേറെ ആരുമില്ല. അവർക്ക് കർമ്മം ചെയ്യാനുള്ള ആകെ ഒരു തരിയാണത്. ഈ തരിയാണ്. ആ പ്രതീക്ഷയാണ് പോയത്. ഞാൻ ഇന്നലെ ഈ
കണ്ട് ഒരു മനുഷ്യൻ സഹിക്കില്ല. ഈ 1.5 വയസ്സായ ഈ കുഞ്ഞിന്റെ ഈ ബോഡി കണ്ടു കഴിഞ്ഞാൽ മക്കളുള്ള ഒരു രക്ഷകർത്താക്കളും സഹിക്കില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പോലുള്ളവരാണ് ചിലപ്പോൾ അവൻ അവിടെ വെച്ച് വെട്ടി. ആ കുഞ്ഞിന്റെ ഇവിടെ മുതൽ ഇതുവരെ സിഗരറ്റ് വെച്ച് കുത്തി പൊള്ളിച്ച് നമ്മൾ സിഗരറ്റ് വലിച്ചിട്ട് കുത്തി പൊള്ളിച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും? ആ പാട് ആ കുഞ്ഞിന്റെ ശരീരത്ത് മുറിവില്ലാത്ത ഒരു ഇഞ്ച് സ്ഥലമില്ല. ഹോസ്പിറ്റലിൽ കയറി കണ്ടിരുന്നോ? ഹോസ്പിറ്റലിൽ കയറി കണ്ടു. പിന്നെ പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുന്ന സമയത്ത് ഞാൻ കയറി കണ്ടതാണ്. 1.5 വയസ്സായ കുഞ്ഞിന്റെ ജനനേന്ദ്രിയം എത്ര കാണും? ഇത് നമ്മളെ പഴം ഉരിയുന്നത് പോലെ ഇങ്ങനെ ആ കുഞ്ഞിന്റെ ജനനേന്ദ്രിയം ഒരു മനുഷ്യൻ സഹിക്കില്ല. നിങ്ങളൊരു പിതാവാണെങ്കിൽ ആ കുഞ്ഞിന്റെ ബോഡി കണ്ടാൽ നിങ്ങൾ പോലും സഹിക്കില്ല. ആ സെക്കൻഡിൽ അവനെ വെട്ടി നോക്കുള്ളൂ. കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളുള്ള ഒരു വ്യക്തികൾക്കും സഹിക്കാൻ പറ്റില്ല. ജനനേന്ദ്രിയത്തിന് മുറിവ് പറ്റുമെന്ന് പറയുന്നുണ്ട്. ജനനേന്ദ്രിയത്തിൽ മുറിവ് കയറ്റിയാണ് ജനനേന്ദ്രിയം. എന്നിട്ട് ലാസ്റ്റ് എന്ന് വെച്ചാൽ നീര് വെച്ച് ഇത്രയായി. അപ്പോൾ എന്തുമാത്രം ആ കുഞ്ഞ് 1.5 വയസ്സായി കുഞ്ഞ് എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ഞങ്ങൾ പറയുന്നില്ല. പിന്നെ പോലീസ് പറഞ്ഞ 51 മുറിവ് ആ കൊച്ചിന്റെ ദേഹത്തുണ്ടെന്ന്. ഈ മുറിവ് എങ്ങനെ ഉണ്ടായി? പിന്നെ ഞാൻ ചോദിക്കുന്നത് അവരുടെ വീട്ടിൽ അഖിലയും അവരുടെ ഭർത്താവും താമസിക്കുന്ന വീട്ടിൽ അവന്റെ അമ്മയുണ്ടായിരുന്നു, അവന്റെ സഹോദരി ഉണ്ടായിരുന്നു, സഹോദരിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവരാരും തടഞ്ഞില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതൊന്ന് ഈ പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അവന്റെ സഹോദരിയുടെ ഭർത്താവ് ഇവൻ നിരന്തരം വീട്ടിലെ പ്രശ്നക്കാരായതുകൊണ്ട് അയാളങ്ങ് ദൂരെ എവിടെ പോയി? ഇവർ പ്രശ്നക്കാരനാണ്. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണെങ്കിൽ അവന്റെ അമ്മയും സഹോദരി ഉണ്ടെങ്കിൽ ഈ കൊലപാതകത്തിൽ അവരും പങ്കാളികളാണ്. തൊട്ടു മുമ്പ് അവൻ്റെ അമ്മ എന്താ പറഞ്ഞത്? അയ്യോ പച്ചവെള്ളം കൊടുത്തപ്പോഴും ചവച്ചരച്ചേ മോൻ കുടിക്കുള്ളൂ എന്ന രീതിക്കാണ് അമ്മ സംസാരിച്ചത്. അവൻ ഇങ്ങനെയുള്ള ഒരുത്തനെ അല്ല എന്നാ പറഞ്ഞത്. അതേ മകനെക്കുറിച്ചാണ് ഇവിടെ ഇങ്ങനൊരു അഭിപ്രായം വരുന്നത്. കേൾക്കാൻ ബാക്കി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അല്ല, അവർ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മോനോ ആരെങ്കിലും നമ്മൾ വേണ്ടപ്പെട്ട ഒരു പയ്യൻ ഇങ്ങനെ കുഞ്ഞിനെ വേദനിപ്പിച്ച് അവിടെ ചവിട്ടി കൂട്ടത്തില്ല നമ്മളവനെ തന്നെ. അപ്പോൾ എങ്കിൽ അവരും ഇതിൽ പ്രതിയാണ്. അവന്റെ അമ്മയും അവന്റെ സഹോദരിയും വീട്ടിലുണ്ട്. അല്ലെങ്കിൽ അവരും പ്രതിയാണ് ഈ കുഞ്ഞിനെ. ഉറപ്പായിട്ടും ആമിനെ അവരെങ്ങനെ ഉപദ്രവിച്ചോ അതേപോലെ തന്നെയാണ് ഈ കുഞ്ഞിനോടും കാണിച്ചിരിക്കുന്നത്. അവരും അകത്ത് പോകേണ്ടവർ തന്നെയാണ്. അതിനുശേഷം ഇന്നലെ പോലീസ് വരുന്നതിന് മുമ്പ് വീടെല്ലാം ഇവന്റെ അമ്മ വന്ന് തേച്ച് കഴി തുണിയെല്ലാം അലക്കി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തെളിവ് നശിപ്പിക്കലല്ലേ? അവരും പ്രതികളാണ് ഇതിൽ. ഈ കല്യാണത്തിന് ശേഷം ഇവർ തമ്മിൽ ഇങ്ങനെ നിരന്തരം വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു. ഈ അഖില ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളുടെ വീട്ടിലേക്ക് വരാറില്ലായിരുന്നു? എന്റെ വീട്ടിൽ വരാറുണ്ട്. എന്റെ ഒരു സഹോദരൻ താമസിക്കുന്ന കഴിപ്പിടുത്താണ്. അവിടെ നിങ്ങളൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു. ഇവിടെ 24 അവേഴ്സ് മൊബൈൽ ആഡിക്റ്റ് ആണ്. നമ്മളെ കയ്യിൽ എപ്പോഴും. അതായത് പറഞ്ഞില്ല, ഇപ്പൊ ഇവിടെ നെറ്റ് തീരുകയാണെങ്കിൽ ഇവിടെ തന്നെ എന്റെ മൊബൈൽ എന്റെ ഫോട്ടോ യൂസ് ചെയ്യും. അപ്പം നമുക്ക് ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ നാട്ടിൽ വെച്ച് ഈ പിന്നെ അഖിലേക്ക് അടിയും കൊടുത്തത് എന്തിന്റെ 24 മണിക്കൂർ മൊബൈൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ പിന്നിൽ വേറൊരാളുണ്ട്, ഒരു ടീച്ചറുണ്ട്. അനുരാധ. അങ്ങനെ എന്തോ ആ ടീച്ചറുടെ പേര് വ്യക്തമുണ്ട്. ഇവിടെയും വന്നു പേര് ടീച്ചർ, ഡാൻസ് ടീച്ചർ അനുരാധ അല്ലെങ്കിൽ അനു. അപ്പോൾ ഈ അനു ആരാണെന്ന് പോലീസുകാർ കണ്ടുപിടിക്കേണ്ടതാണ്. അനുവിന് ഇതിന് പുറകിലുള്ള കളി എന്താണ്? അനുവാണ് ശരിക്കും ഓരോ സ്ത്രീകളെ ഇവന് വേണ്ടി സെറ്റാക്കി കൊടുക്കുന്നത്. ഇതുവരെ ആരും അധികം ചോദ്യം ചെയ്യപ്പെടാത്തൊരു പേരാണ് അനു എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ പക്ഷേ ആ ടീച്ചറാണ് ഇതിൽ ഈ അഖില ഡാൻസ് പ്രോഗ്രാം ചെയ്യുന്ന വ്യക്തി. അത് ഈ ടീച്ചറുടെ അഖിലും ഡാൻസ് അഖിലിന് ശേഷം കുഞ്ഞിന്റെ അച്ഛൻ. ഈ ടീച്ചറാണ് ഇവരെ കണക്ട് ചെയ്യുന്നത്. ഈ അഷ്കറിനെയും ഈ അഖിലയും ഈ ടീച്ചറാണ് കണക്ട് ചെയ്തത്. ഈ ടീച്ചർക്ക് ഇതിൽ നല്ല റോളോ. ഇനി ഇവരുടെ ഡാൻസ് പ്രോഗ്രാം ആണോ അത് വേറെ എന്തെങ്കിലും പരിപാടികളാണോ എന്നുള്ളത് വ്യക്തമായിട്ട് അന്വേഷിച്ചേ പറ്റും. ഇതാണ് ഞാനും പറയുന്നത്. വ്യക്തമായിട്ട് അന്വേഷിച്ചേ പറ്റൂ അഷ്കറും അനുവും തമ്മിലുള്ള ബന്ധം എന്നാണ്. ഇതിനെ ബാക്കി ഞാൻ കേൾപ്പിക്കുന്നില്ല. ബാക്കി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അനു ആരാണ്? അനുവും അഷ്കറും തമ്മിലുള്ള ബന്ധം എന്താണ്? അഷ്കറിന് ഈ പറയുന്ന പെൺകുട്ടികളെ, അഖിലേനെ പെൺകുട്ടി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആമിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നതും ആരാണ്? അനുവാണ്. അഖിലേനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നതും അനുവാണ്. ഇനി ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇനി അടുത്തൊരു പെൺകുട്ടിനെ കണക്ട് ചെയ്ത് കൊടുക്കാനിരിക്കുന്നതും അനു തന്നെയായിരിക്കും. അപ്പോൾ ഈ അനു ആരാണ്? അനുവിൻ്റെ ഇതിലുള്ള ഇൻവോൾവ്മെൻറ്റ് എന്താണെന്നാണ് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ കേസിനെ എങ്ങോട്ട് പോകുന്നു നമുക്കറിയത്തില്ല. എന്തായാലും അപ്പൂപ്പനും അമ്മയ്ക്കും പേരക്കുട്ടിയെ നഷ്ടപ്പെട്ടു. അവർക്കിനി ആരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അഷ്കറിനെയും അഖിലയും സ്പോട്ടിൽ തീർക്കണമായിരുന്നു എന്നുള്ളതാണ്. അത്രയും ക്രൂരത കുട്ടിയോട് കാണിച്ചതുകൊണ്ട്. ഒപ്പം ഈ പറയുന്ന ഉമ്മയും സഹോദരിയും അകത്ത് കിടക്കേണ്ടവർ തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.